ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഓണം റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൊച്ചി മെറൈൻ ഡ്രൈവിലുള്ള ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇവിടെ വരുന്നവർക്ക് എന്തായാലും പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടും കാണില്ല, കാരണം അത്രയധികം പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഷോപ്പിംഗ് ഫെസ്റ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല. സെപ്റ്റംബർ 18 വരെയാണ് ഈ ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ ഒരു ഓണം ഫെസ്റ്റ് വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് ഗുണ കേവിൻ്റെ ഒരു റീക്രിയേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ വീഡിയോ ഞങ്ങൾ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫെസ്റ്റിലുള്ള ഓരോരോ ഷോപ്പായിട്ട് പരിചയപ്പെട്ടു പോകാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ചിക്കൻകാരി കുർത്തീസിൻ്റെ ഫുൾക്കാരി ഷോൾസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ റെഡിമെയ്ഡ് സ്യൂട്ട്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ₹650 ആയിരുന്നു. നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഷോപ്പാണ് ഈ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുർത്തീസ് ആയിട്ടും ടോപ്സ്, വെസ്റ്റേൺ വെയർ, അതേപോലെ തന്നെ ടീഷർട്ട്സ്, നൈറ്റ് വെയർ എല്ലാം അവൈലബിൾ ആയിരുന്നു. അതുമെല്ലാം നല്ല അഫോർഡബിൾ റേറ്റിലായിരുന്നു. പിന്നെ ഈ ഷോപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നത്. ഇവിടെ ടീഷർട്ട്സിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 150, പിന്നെ ടോപ്സ് 200 തൊട്ട് അവൈലബിളും ആയിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്ന നൈറ്റ് വെയർസിൻ്റെ ഒക്കെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അത് 2 പർച്ചേസ് ചെയ്തു. ഇവിടുത്തെ ബാക്കിയുള്ള ഷോപ്സും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഐറ്റംസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് നല്ലതായിരുന്നു. പിന്നെ അടുത്ത ഷോപ്പ് ഉണ്ടായിരുന്നത് നമുക്ക് ഓണത്തിനൊക്കെ പറ്റിയ സെറ്റും മുണ്ടും ധോത്തീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്കും ഓണമായെന്നൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾക്ക് ഇനിയും വല്ല ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നവംബർ 1 കേരള പിറവിയൊക്കെ വരുന്നതാണല്ലോ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി വെക്കാം. പിന്നെ ഇവിടെ നമ്മൾ കോട്ടൺ ഫാബ് എക്സിബിഷന് കണ്ടതുപോലെ സിമിലർ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഷോപ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഷോപ്സിൻ്റെ ഒന്നും വീഡിയോസ് അധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല.
ഈ കാണുന്ന ഷോപ്പിൽ നമുക്ക് 1500 റുപ്പീസിനാണ് എല്ലാ സൽവാർ സൂട്ട്സും അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിത് മാത്രമല്ല, ഇവിടെ ബാഗ്സ്, ഫുട് വെയർ ഇതെല്ലാം നല്ല അഫോർഡബിൾ റേറ്റിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതും 200 റുപ്പീസൊക്കെ തൊട്ട്. അടുത്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാശ്മീരി വർക്ക്സിൻ്റെ ഒക്കെ കുർത്തയുള്ള ഒരു ഷോപ്പിലോട്ടാണ് പോയത്. ഇവിടെ അത്യാവശ്യം പ്ലസ് സൈസ് ആയിട്ടുള്ള സൈസസ് വരെ അവൈലബിൾ ആയിരുന്നു. 650 റുപ്പീസ് തൊട്ടാണ് ഇവിടെ കുർത്തീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഷോർട്ട് കുർത്തി ആയതുകൊണ്ട് പിന്നെ ഞങ്ങളത് എടുത്തില്ല. ഇച്ചിരി ലെങ്ത് ഉള്ളതായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പല റേറ്റ്സിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫുട് വെയർസ് പല ഷോപ്സിലായിട്ട് ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതിൽ തന്നെ വെറൈറ്റീസായ ജൂത്തീസ് ഉണ്ടായിരുന്നു, കോലാപൂരി, പിന്നെ നമുക്ക് കാഷ്വൽ വെയറിന് പറ്റിയൊക്കെ ചപ്പൽസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് മെൻസ് കളക്ഷൻസ് അവൈലബിൾ ആയിരുന്നു. ഷർട്ട്സ് ആയിട്ടും ജീൻസ് ആയിട്ടും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അടുത്ത ഷോപ്പ് വരുന്നത് നമുക്ക് ബാത്തിക് പ്രിൻസിൻ്റെ സൽവാർ സ്യൂട്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ തന്നെ സാരീസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡ്രസ് മെറ്റീരിയൽസ് മാത്രമല്ല, സ്റ്റേഷനറി ഐറ്റംസും ഹൗസ് ഹോൾഡ് ഐറ്റംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പല പല ഷോപ്സിലായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദുപ്പട്ടാസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് 50 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റിൻ്റെയും പില്ലോ കവേഴ്സിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയിട്ടൊക്കെ തോന്നി അത് കണ്ടപ്പോൾ.
നിങ്ങൾ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. നിങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വിശന്ന് വലഞ്ഞിരിക്കണമെങ്കിൽ ഇവിടെ നല്ല അടിപൊളി ബജ്ജീസും പിന്നെ കരിമ്പ് ജ്യൂസൊക്കെ കിട്ടുന്ന ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആ വീഡിയോ. അടുത്തൊരു പുതിയ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.